എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ചെറുപ്പകാലത്തെ പറ്റിയും രക്ഷിക്കപ്പെട്ടതും സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച കാര്യങ്ങളാണ്. ഇനി തുടർ പഠനവും ഇന്ത്യയിൽ എങ്ങനെയാണ് സുവിശേഷ വേല ആരംഭിച്ചതെന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം. വീണ്ടും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞത് കുമ്പനാട്ട് കോട്ടയത്ത് പഠിച്ച കാര്യങ്ങളാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് അമേരിക്കയിലേക്ക് പോയല്ലോ പഠനത്തിന് വേണ്ടി. ഒരു കൊല്ലം കോട്ടയത്ത് പഠിച്ചു, ഒരു കൊല്ലം കുമ്പനാട് അബ്രഹാം ബൈബിൾ കോളേജിൽ പഠിച്ചു. അതിന്റെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? 23-ാമത്തെ വയസ്സിൽ. അവിടുത്തെ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയിലാണ്. എന്നോട് ചോദിച്ചു, അമേരിക്കയിൽ പോയി പഠിക്കാൻ സൗകര്യം ഒരുക്കിയാൽ യാത്ര കൂലി ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവഹിതമാണെങ്കിൽ അത് ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാ നിന്റെ അനുഭവ സാക്ഷി ഇംഗ്ലീഷിൽ എഴുതി തരാൻ പറഞ്ഞു. അനുഭവ സാക്ഷി ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മകൻ അയച്ചു കൊടുത്തു. മകൻ അത് ബൈബിൾ കോളേജിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഏത് ബൈബിൾ കോളേജിലായിരുന്നു? സിയാറ്റിൽ ബൈബിൾ കോളേജിലെ 23-ാമത്തെ വയസ്സില്. അതെ. അതിന്റെ കേരളത്തിന് പുറത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നോ? എവിടെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ? ഇല്ല. കേരളത്തിൽ നിന്ന് നേരെ അമേരിക്കയിലോട്ടാണ്. വിസ എടുക്കാൻ പോണായിരുന്നോ ചെന്നൈയിലെ? അവിടെ പോണായിരുന്നു. പോയി എടുത്തു. 23-ാമത്തെ വയസ്സില് അത് ഭയങ്കര കൾച്ചർ ഷോക്ക് അല്ലായിരുന്നോ? കാരണം ഒത്തിരി വ്യത്യാസമായിരുന്നല്ലോ. അതൊക്കെ എങ്ങനെ സർവൈവ് ചെയ്തു? അതൊക്കെ എപ്പോഴും ദൈവത്തിന്റെ ആ ഒരു വേല ചെയ്യുവാൻ ആളുകളെ ഫേവറായിട്ട് തരുമായിരുന്നു ദൈവം, അല്ലേ? ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങള് പൗരുഷം വരെ നമ്മൾ നോക്കിയാലേ താങ്ങാനും കാര്യങ്ങൾ ചെയ്തു തരാനും എപ്പോഴും ആളുകളെ ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഡാഡായും കൂടെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരല്ലേ ഇവിടുന്ന് പോയേ? ഞാൻ രണ്ടുപേരും അവിടുന്ന് പോയത്. അദ്ദേഹം അവിടുന്ന് സെക്യുലർ കോളേജിൽ പഠിക്കാനായിട്ട് പോയി. ബൈബിൾ സ്കൂളിൽ നിന്ന് മാറി പിന്നെ അവിടെ അങ്ങ് സെറ്റിലായി. അവിടെ ഇന്ത്യൻസ് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ നമ്മൾ പഠിക്കുന്ന കോളേജില്? വേറെ പഠിക്കാൻ ആരുമില്ല. മലയാളികളുമായിട്ട് യാതൊരു സംസർഗവും അവിടെ ഇല്ല. ഫുൾ ഇംഗ്ലീഷുകാരുടെ നടുവിലായിരുന്നു. എല്ലാം വ്യത്യാസമായിരുന്നല്ലോ. ഫുഡ് അല്ലെ, സ്പൂണും ഫോർക്കും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വളരെ വ്യത്യാസമല്ലായിരുന്നോ? കാലാവസ്ഥ ഒരു വ്യത്യാസം. ഡ്രസ്സിങ്. അത് ഡാഡയുടെ ഒരു സംഭവം ഉണ്ടല്ലോ, ഷൂസ്. ആ സമയത്തല്ലേ കോളേജിൽ പഠിക്കുമ്പോ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ഷൂസ് അവിടെ ഇട്ട് നടന്ന് തേഞ്ഞ് എൻ്റെ അടിയിലെ സോള് കിഴിഞ്ഞു പോയി. പിന്നെ ഞാൻ ക്ലാസ് വിട്ട് വന്നപ്പോഴാ ഇത് പൊട്ടി, എൻ്റെ കാല് താഴെയാ മുട്ടെന്ന് മനസ്സിലായി. ഞാനതെടുത്ത് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, നീ ഇത് എൻ്റെ ഷൂസ് കണ്ടോ? എനിക്കൊരു പുതിയ ജോഡി ഷൂസ് തരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ റൂംമേറ്റ് ആയിരിക്കുന്ന ആൾ അത് കണ്ടിട്ട് ചിരിച്ചു. പിറ്റേ ദിവസം രാവിലെ അമേരിക്കക്കാരനൊരാൾ വന്ന, നിനക്കൊരു സമ്മാനം വാങ്ങിച്ചു തരാൻ ആഗ്രഹിക്കുന്നു, ദൈവം ഭാര്യയുണ്ട്. ഞാൻ ചോദിച്ചത് അതെന്തിനാ? ദൈവം ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങനെ പ്രേരണ വന്നു ഇന്നലെ വൈകിട്ട് മുതൽ. എന്താണെന്ന് ചോദിച്ചു. ഒരു ജോഡി ഷൂസ് ആണെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. വൈകുന്നേരം പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ അതിന് വാങ്ങിച്ചു തരാൻ ആള് വന്നിരിക്കുന്നു. അങ്ങനെ പോയി ഷൂസ് വാങ്ങിച്ചു, പുതിയ ഷൂസ് വാങ്ങിച്ചിട്ടു. അങ്ങനെ ഓരോ കാര്യങ്ങൾ. കാരണം പൈസയൊന്നും അയക്കാൻ പറ്റത്തില്ലല്ലോ, ആർക്കും തരാനും ഇല്ല, ഇന്ത്യക്കാരെ അറിയത്തില്ല. അവിടെ ഡാഡായുടെ ഓരോ കാര്യങ്ങളും ഇതുപോലെ ദൈവം ഓരോരുത്തരോട് പറഞ്ഞല്ലേ ചെയ്യിച്ചത്. പിന്നെ ജോലിക്ക് പോവായിരുന്നു അല്ലേ? അവിടെ ജോലിക്ക് പോയി അവധിക്കാലത്ത്. ഇവിടത്തെ സഭാ പ്രവർത്തനം എങ്ങനെയായിരുന്നു ഡാഡാടെ? ആദ്യം ഇവിടെ വാടകയ്ക്കാണല്ലോ താമസിച്ചോണ്ടിരുന്നത്. എന്നിട്ട് എല്ലാ വീടുകളിലും
കയറി ഇറങ്ങി സുവിശേഷം പറയുകയായിരുന്നു അല്ലേ? അത് ഞാനിവിടെ വന്ന് താമസിക്കും 25 വയസ്സായി. ആ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് ഇവിടുന്ന് ഈ സ്ഥലത്തൊന്നും തന്നെ. ആ അത് കഴിഞ്ഞ് ഞാൻ വാടകയ്ക്ക് വീടെടുത്ത്. ആളുകൾ വരാൻ പൊതുസ്ഥലത്ത് വരത്തുള്ളൂ, ആരുടെ വീട്ടിൽ വരത്തില്ലെന്ന് മനസ്സിലായി. ആ പബ്ലിക് ആ അതിന് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസമാക്കിക്കൊണ്ട് വർക്ക് ചെയ്തു. ആ ഇവിടെയുള്ള എല്ലാ വീടുകളും ആ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഉം, ഉം. ഒരു പരിചയമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത വീടുകളെല്ലാം വിവിധ ജാതികളെ, വിവിധ മതക്കാര്. അവരുടെ വീട്ടിൽ ചെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിക്കും. ആ 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ അവരോടും പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഞാൻ അവരുടെ സുവിശേഷം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ഉം, അങ്ങനെ ഓരോ വീടുകളിൽ പോയി ആളുകൾക്ക് താല്പര്യമായി. ആളുകൾക്ക് എന്നെ പ്രാർത്ഥിക്കുന്ന ഒരാളായിട്ട് കണ്ടു. ആ ആ ഒരിടത്ത് ഞാൻ ചെന്നാളുടെ അന്ന് ഒരാൾ 3 രൂപ കൊണ്ട് തന്നു. ആ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചത് പറഞ്ഞു, ഒരു ആട് പാല് കറപ്പിക്കത്തില്ലായിരുന്നു. ആ അപ്പം ആ ചെറുപ്പക്കാരനെ ഉപദേശിക്കും, 3 രൂപ കൊടുക്കാം എന്ന് അയാൾ നേർച്ച നടന്നു. നേർന്ന് ആട് പാല് കൊടുത്തു. ആ അതിനെടുത്ത് വെച്ചേക്കുക. ആ ആ അങ്ങനെയുള്ള വിശ്വാസമായിരുന്നു ആളുകൾക്ക്. ആ ഇവിടെ ഒരു മൈക്ക് മേടിച്ച് മൈക്ക് വെച്ച് കെട്ടി രാവിലെയും വൈകുന്നേരവും പ്രസംഗിക്കുമായിരുന്നു. പരസ്യമാ അതിനകത്ത് മൈക്ക് കൂടെ വീട്ടിൽ നിന്ന് തന്നെ. വീട്ടിലിരുന്ന് തന്നെ കോളാമ്പി അല്ലേ? കോളാമ്പി. കോളാമ്പി. ആ. അങ്ങനെ ആളുകൾ രക്ഷിക്കപ്പെട്ട് വരാൻ തുടങ്ങിയ സഭ പ്രാർത്ഥനയ്ക്ക്. ആ ഉം, പ്രാർത്ഥനയൊക്കെ രാത്രി പോകുമ്പോൾ ഞാൻ തന്നെ ഒരു കയ്യിൽ തമ്പേർ പിടിക്കണം, ഒരു കയ്യിൽ പെട്രോമാക്സ് പിടിക്കണം. ആരുമില്ലായിരുന്നു. വേറെ ആരുമില്ല. ആ. ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പത്തിൽ വരമ്പേ കൂടൊക്കെ നമ്മളിങ്ങനെ വരമ്പേ കൂടെ ഒക്കെ പോയി. അതുമല്ല, സഭയിലെ വിശ്വാസികളെല്ലാം ഓലയിട്ട വീട്, കൂടുതലും കറണ്ട് ഇല്ലായിരുന്നു വീടുകളിലൊന്നും. അങ്ങനത്തെ വീടുകളിലായിരുന്നല്ലോ ആദ്യകാലത്തൊക്കെ നമ്മുടെ സഭയിലുണ്ടായിരുന്ന എല്ലാവരും. അതെ അതെ, പണിക്കാരായിരുന്നു അല്ലേ? ഇവിടെ ഇവിടുത്തെ കർഷക തൊഴിലാളികളായിരുന്നു. വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ തന്നെ എല്ലാരും വരുമായിരുന്നോ യോഗത്തിന്? യോഗത്തിന് അവിടെ വരും. അവിടെ മൈക്ക് വെച്ച് കെട്ടിയ യോഗം നടത്തി. ആ പിന്നെ ഇവിടെ നമ്മള് സ്ഥലം വാങ്ങിച്ച് അതെ ഇവിടെ പിറ്റേ വർഷം അമേരിക്കയിൽ പോയി. ആ പോയി കഴിഞ്ഞപ്പോൾ അവിടെ സഹോദരർക്ക്, അവിടുത്തെ എൻ്റെ കൂടെ ഒക്കെ പഠിച്ച കുട്ടികളപ്പോൾ ആ സമയത്ത് പഠിത്തം കഴിഞ്ഞ് ഓരോ സഭകളിൽ കയറിയിരിക്കുക. അവരുടെയൊക്കെ സഭയിൽ യോഗം വെച്ചു. അങ്ങനെ ഇവിടെ ഒരു സ്ഥലം വാങ്ങിക്കാനായിട്ടുള്ള പണം ഒരു വീട്ടുകാർ തന്നതാ. അങ്ങനെ ഇവിടെ സ്ഥലം മേടിച്ചു. ഇവിടെ ആദ്യം ഒരു ഹോള് പണിതു. ഹോളും പാഴ്സലങ്ങളും ഒന്നിച്ചാണ് പണിത്. സെപ്റ്റംബർ മാസം 8-ാം തീയതി വീടിൻ്റെ ഉദ്ഘാടനം നടത്തി. എൻ്റെ ബർത്ത്ഡേയാ. ഒക്ടോബർ മാസം 7-ാം തീയതി ഹോളിൻ്റെ ഉദ്ഘാടനം നടത്തി. അതെൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേയാ. പക്ഷെ അത് നിറഞ്ഞ കവിഞ്ഞല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് പുറത്തൊക്കെ ആൾക്കാർ സഭായത്തിന് വന്ന് വെള്ളിയിൽ നിൽക്കുന്നതായിട്ട്, ഇരിക്കാൻ സ്ഥലമില്ലാതെ. നിറഞ്ഞു കവിഞ്ഞ ആള് വന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിറഞ്ഞു കവിഞ്ഞു, സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എന്നെ പുതിയ ഹോള് പണിതു. 1000 കുടുംബങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ക്രിസ്തുവിന് 1000 സുവിശേഷകർ ഇവിടെ നിന്ന്. അന്നൊന്നും സഭയില് 10 പേര് 20 പേരൊക്കെ ഉള്ള സമയത്താണല്ലോ. എന്നിട്ട് അത്രയും ധൈര്യത്തോടെ എങ്ങനെ 1000 പേര് അല്ല 1000 സുവിശേഷകർ ഉണ്ടാകുമെന്ന്. കാരണം അത് വായിച്ചിട്ട് പലരും ഡാഡെ കളിയാക്കിയായിരുന്നല്ലോ. അതൊന്ന് പറയാം. അതെന്റെ ദർശനമായിരുന്നു. ദർശനം ഇല്ലാത്തതിനെ കാണുക, ഇല്ലാത്തതിനെ ഹൃദയം കൊണ്ട് കാണുക. സാഹചര്യം ഇല്ല, പക്ഷെ ഹൃദയം കൊണ്ട് നമ്മൾ കാണുക.
അത് അന്ന് കളിയാക്കിയില്ലേ 100 പേർ? അന്ന് വലിയ വലിയ പാസ്റ്റർമാരൊക്കെ ഇവിടെ വന്നിട്ട് ഇത് വായിച്ചിട്ട് പിന്നെ തിരിച്ച് എവിടെങ്കിലും വെച്ച് കാണുമ്പോൾ എന്നോട് ചോദിക്കും, KC ജോണേ എത്ര പേരായി, 50 പേരായോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ 100 അതിനെക്കാട്ടും വലുതായി. 100 കുടുംബങ്ങൾ, 100 പേരല്ലല്ലോ ഇവിടെ നിന്ന് സുവിശേഷ വേലയ്ക്ക് പോയിട്ടുള്ളത്. ഇപ്പൊ 1000 നമ്മൾ എഴുതിയേക്കുന്ന 1000 അല്ലേ, 1000 പേര്, അത്രയും പേരാകുവാനിടയായല്ലോ. ഹോള് പണിയാൻ ആദ്യത്തെ ഹോള് പണിതു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഹോള് പണിയത് ഒത്തിരി നാള് കിടന്നല്ലോ. അത് പണി പൂർത്തീകരിക്കാതെ, അത് പണിയാനുള്ള പണമില്ലാതെ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നല്ലോ. ഡാഡാ ഹോളിൽ കൂടെ നടക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ പറയുന്നതും എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് തീരുമാനിച്ച ഇവിടെ ആള് നിറഞ്ഞു കവിഞ്ഞപ്പോൾ 40 പേരൊക്കെ സ്നാനപ്പെടുന്നു ഒന്നിച്ച്. അപ്പം പെട്ടെന്ന് ഹോള് പണിയാൻ അങ്ങ് തുടങ്ങി. അതിന് തീർക്കാൻ വകയില്ല. പക്ഷെ പിരിവുകളൊന്നും എടുക്കത്തില്ലായിരുന്നു. പിരിവുകൾ എടുക്കത്തില്ലായിരുന്നു, ആരോട് ചോദിക്കത്തില്ല, സംഭാവന ശേഖരിക്കത്തില്ല, സഭയെന്ന് പോലും ചോദിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടു. ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഹോളിനകത്തൂടെ നടന്ന്, പണി തീരാത്ത ഹോളിനകത്തൂടെ നടന്ന് കൈയുയർത്തി പ്രാർത്ഥിച്ചു നടക്കും ദിവസവും രാവിലെ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരാള് പറഞ്ഞത്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ റൂഫിങ്ങിനുള്ള കാശ് തരാമെന്ന്. അങ്ങനെയൊക്കെ ആളുകൾ പറയുമായിരുന്നല്ലോ, ചോദിക്കണം പക്ഷെ എന്നാ തരാമെന്ന്. പക്ഷെ ഡാഡ ആരോടും അന്ന് പൈസ ഒന്നും ആരോടും ചോദിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഒത്തിരി എന്നുവെച്ചാൽ ഒത്തിരി ഞെരുങ്ങണ്ടി വന്നു ചോദിക്കാത്തോണ്ട് ആൾക്ക്. അത് അങ്ങനെ ഒരു തീരുമാനം ആദ്യം തൊട്ടേ എടുത്തിരുന്നോ? ആദ്യം തൊട്ടേ എടുത്തിരുന്നു. അതെന്റെ വീട്ടിൽ നിന്ന് ഞാൻ ബൈബിൾ സ്കൂളിൽ പോയപ്പോഴത്തേക്ക് പിതാവിനെതിരായി. കോളേജിലെ പഠനം പൂർത്തീകരിക്കണം, ജോലിയോട് കൂടെ സുവിശേഷ വേല ചെയ്താൽ മതി എന്നായിരുന്നു പിതാവിന്റെ അഭിപ്രായം. അപ്പം ഞാൻ തീരുമാനിച്ചു, പിതാവിന്റെ അടുക്കൽ പോലും ചോദിക്കുകയില്ല, ദൈവം നടത്തും. അങ്ങനെ ആ തീരുമാനമുള്ളത് കൊണ്ട് പിന്നെ ആരോടും ചോദിച്ചിട്ടില്ല. കിട്ടുന്നത് പ്രസംഗിച്ചൊക്കെ കിട്ടുന്ന വെച്ചല്ലേ ഹോള് പണിതത്, അതെ, എല്ലാം പൂർത്തീകരിച്ചതല്ലേ? അതെ. ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ സെൽ ഗ്രൂപ്പ് ആക്കിയത്. ഇവിടെ ഇങ്ങനെ കേട്ടിട്ട് പോലും ഇല്ല, സെൽ ഗ്രൂപ്പ് ആക്കുക, ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പ് ആക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ആശയം ഉണ്ടാകാൻ കാരണം എന്താ? അത് സഭയ്ക്ക് വളരുവാൻ വലിയ സഹായവുമായിരുന്നല്ലോ ആ സമയത്ത്. ആദ്യം എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു, കാരണം എല്ലാവരും ഒന്നിച്ചാണ് യോഗത്തിന്, നമ്മളെല്ലാവരും ഒന്നിച്ച് പെട്രോൾ മാക്സോ അല്ല തീ അവര് ചൂട്ട് കത്തിച്ച് മുമ്പിൽ പിടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു സഹോദരന്മാരെ. അങ്ങനെ ഒന്നിച്ച് പല സ്ഥലത്ത് യോഗത്തിന് പോയി, പിന്നെ ഗ്രൂപ്പാക്കി, സെൽ ഗ്രൂപ്പുകളാക്കി. അത് അങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം എന്താ? ഇവിടെ കൂടുതലുള്ളവർക്ക് വളരാൻ അവസരം ഉണ്ടാക്കുക. അവരും പാസ്റ്റർമാരായിത്തീരണം, അതുപോലെ വളർന്നു വരണം. അതിനിവിടെ സെൽ ഗ്രൂപ്പ് ഉണ്ടാക്കി, സെൽ ലീഡേഴ്സ് ആക്കി അവരെ. സെൽ ഗ്രൂപ്പിൽ ആളുകൾക്ക് സാക്ഷിക്ക് സമയം കിട്ടും, പ്രബോധനം പറയാൻ സമയം കിട്ടും. സഭായോഗത്തിൽ കിട്ടത്തില്ല. സഭയും വളർന്നപ്പോൾ ആൾക്ക് സാക്ഷിക്ക് സമയം കൊടുക്കാനൊക്കത്തില്ല, അതിഥികൾക്ക് മാത്രം കൊടുക്കും. അപ്പൊ സെൽ ഗ്രൂപ്പ്, അതിന് പകരം സെൽ ഗ്രൂപ്പിൽ അവർക്ക് സാക്ഷിക്കാം, എത്ര സമയം വേണേ എടുക്കാം. അങ്ങനെ സെൽ ഗ്രൂപ്പ് തിരിച്ചത് യോഗീച്ചോടെയൊക്കെ സഭയിൽ സെൽ ഗ്രൂപ്പുകളാണ്. ആദ്യം 10 സെൽ ഗ്രൂപ്പ്. ആദ്യം 10 ഇപ്പൊ 23 സെൽ ഗ്രൂപ്പ്. അത് വളർന്ന് വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യേണ്ടി വന്നു. അത്രയും സെൽ ഗ്രൂപ്പ് ലീഡേഴ്സിനെ നമുക്ക് കിട്ടി. സഹോദരിമാർക്കും അതേപോലെ സെൽ ഗ്രൂപ്പായി, സഹോദരിമാരുടെ യോഗമുണ്ട് അതേപോലെ തന്നെ അത്ര ലീഡേഴ്സിനെ കിട്ടി. അത് ചർച്ച് വളർച്ചയ്ക്ക് വളരെ പ്രയോജനമായി. സഭാ വളർച്ചയ്ക്ക് സെൽ ഗ്രൂപ്പ് അനിവാര്യമാണോ? അങ്ങനെ തിരിച്ചാലാണോ നമുക്ക്? എപ്പോഴും അതാ നല്ലത്. ചെറിയ സ്മോൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നതല്ലേ? യേശുവിനുണ്ടായിരുന്നു. യേശുവിന് സ്മോൾ ഗ്രൂപ്പ് യാക്കോബും പത്രോസും യോഹന്നാനും, അവര് 3 പേര്. അവരെ 3 പേരെ മാത്രമേ കൊണ്ടുപോയുള്ളൂ ചില സ്ഥലത്ത്.
പിന്നെ 12 പേരുണ്ടായിരുന്നു. പിന്നെ 70 പേരെ അയച്ചത്. 120 പേരെ ഒന്നിച്ചു കൂടിയിരുന്നത്. അങ്ങനെ ഗ്രൂപ്പുകളായിരുന്നു. അത് ലീഡേഴ്സിനെ വളർത്താൻ സഹായിക്കും അല്ലേ, ചെറിയ ഗ്രൂപ്പ്. അതെ അതെ. സഭാ വളർച്ചയ്ക്കുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ ഡാഡയ്ക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇതറിയാൻ വേണ്ടി എങ്ങനെയാണ് ചർച്ചകൾ വളരുന്നത്. ഒത്തിരി പ്രയത്നിക്കുന്ന ആൾക്കാരുണ്ട്, എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഡാഡയുടെ വിശ്വാസികൾക്ക് ദർശനം കൊടുക്കുക, അവർക്ക് വേലയ്ക്കുള്ള ദർശനം കൊടുത്ത് അവരെ കൊണ്ട് വേല ചെയ്യിക്കുക. അവർ പറയണം, ഞങ്ങളുടെ സഭയെ പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് അസുഖം മാറുമെന്ന അയൽവക്കത്ത് പറയാനുള്ള ആ ഒരു ബന്ധം അവർക്ക് വിശ്വാസികൾക്ക് ഉണ്ടാകണം. പാസ്റ്ററുമായിട്ടുണ്ടാകണം, പാസ്റ്റർ വിശ്വാസം ഉണ്ടാകണം. അപ്പോൾ അവരാണ് ആളുകളെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഈ സഭയുടെ ഒരു വലിയ പ്രത്യേകത, ഡാഡയുടെ വിശ്വാസികൾക്കെല്ലാം വളരെ സ്നേഹമാണ്. എന്നുവെച്ചാൽ ഇപ്പൊ വയ്യാതൊക്കെ ആയിട്ടും ഇതിപ്പോ 3rd ജനറേഷൻ കുട്ടികൾ ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ 2-3 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ, അത് സഭയിലെ 3rd ജനറേഷൻ പിള്ളേരാണ്. 10ലും 9ും പഠിക്കുന്ന പിള്ളേർ വന്ന് ഡാഡാടൊക്കെ കാണണമെന്ന് പറഞ്ഞ് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ അപ്പച്ചൻ അടുത്ത ആഴ്ച അവിടെ വന്നിരിക്കണം. അന്ന് വയ്യാതിരിക്കുകയായിരുന്നു, ഞായറാഴ്ച ചർച്ചിൽ പോയില്ല. അതെനിക്ക് തോന്നുന്നത് വീട്ടിൽ അവര് അത്രയ്ക്ക് സ്നേഹം റെസ്പെക്ട്ഫുള്ളായിട്ട് ഡാഡയെ പറ്റി വീടുകളിൽ സംസാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ. മാതാപിതാക്കൾ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടായിരിക്കുമല്ലോ കുട്ടികളും അതിലേക്ക് വന്നത്. അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടാകാൻ കാരണം ഇന്നൊത്തിരി സഭകളിൽ കുട്ടികൾക്ക് പാസ്റ്റർമാരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാലത്തായിരിക്കുന്നത്. അപ്പം വിശ്വാസികളാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അവരുടെ മക്കളെ സഭയുമായിട്ട് അടുപ്പിക്കാനായിട്ട് നമ്മൾ സ്നേഹം കൊടുക്കുക, പിള്ളേർക്ക് സ്നേഹം കൊടുക്കണം, കരുതലോട് അവരോട് ഇടപെടണം, കരുണയോടെ പെരുമാറണം, അവർക്ക് അവസരങ്ങൾ കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. ചർച്ചുമായിട്ട് അടുക്കാനോ? ചർച്ചിൽ അവർക്കുള്ള യൂത്ത് സർവീസും സൺഡേ സ്കൂളും ആക്റ്റീവ് ആക്കണം. അവർക്ക് ഇൻവോൾവ്മെന്റ് കൊടുക്കണം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, വീട്ടുകാർ മാത്രം അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ വന്ന വഴികളെ പറ്റി ഈ എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുകയുണ്ടായി. ഇനി ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനി ഒരുപാടുണ്ട്. എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ചില കാര്യങ്ങളൂടെ നമുക്ക് കേൾക്കാം. താങ്ക് യു ഡാഡ.